ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത് നമ്മൾ കാവടി തുള്ളിയിട്ടുള്ള ഡാൻസ് ഉണ്ടോ. കാവടിയല്ല, ഇതിന് വേഴയിലത്തുള്ളിൽ എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞിട്ട് തരം ഇഞ്ചെണ്ണ ആട തിന്നാൻ ആഗ്രഹമായിട്ട് നമ്മൾ അട ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ തേങ്ങയിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അത് സെറ്റാക്കി വെച്ചു. പിന്നെ ഇതാ മാവ് കുഴയ്ക്കാനുള്ള ചൂടുവെള്ളം വെച്ചു. എന്നിട്ട് മാവിലേക്ക് ഇതാ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുഴയ്ക്കുകയാണ് കേട്ടോ. കുഴച്ചത് ഫസ്റ്റ് കൈയിലോണ്ടാണ് എൻ്റെ കൈ പൊള്ളിയപ്പോൾ പിന്നെ ഞാൻ കൈ കൊണ്ട് തന്നെ കുഴച്ച് ഫൈനലി ഞാൻ ഉണ്ടാക്കി എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വാഴയില ചീന്തി എടുക്കുകയാണ്. കൈ കൊണ്ട് ചീന്തി കഴിഞ്ഞാൽ പിന്നെ അത് കറക്റ്റ് ഷേപ്പിലും കിട്ടില്ല, ചിലപ്പോൾ അത് കീറി പോകാറുണ്ട് കേട്ടോ. അത് കാരണം ഞാൻ കത്തി വെച്ചിട്ടാണ് കീറിയെടുത്തത്. അതിൻ്റെ പിന്നെ പരത്താനാണ് കേട്ടോ നോക്കണത്. കുറച്ച് കട്ടിക്ക് തന്നെ പരത്തുന്നുണ്ട്. ഒരിക്കൽ ഞാനിങ്ങനെ നൈസായിട്ട് പരത്തിയിട്ട് ആവി കയറ്റിയപ്പോൾ അതിന് ആകെ കുഴഞ്ഞ പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കട്ടിക്ക് പരത്തിയിട്ട് തേങ്ങ ഇട്ടിട്ട് അതങ്ങോട്ട് സെറ്റാക്കി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആവി കയറ്റാനായിട്ട് ഇഡ്ഡലി പാത്രം വെച്ചു. ഒറ്റയടിക്കാൻ എല്ലാം വെക്കുന്നുണ്ട് കേട്ടോ. രണ്ട് ട്രിപ്പൊന്നും ആക്കിയില്ല, ഒറ്റയടിക്കാൻ എല്ലാം തീർത്തു. അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ അവിടെയൊക്കെ തുടച്ചെടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അപ്പം തന്നെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ മടിയൻ്റെ കൂടപ്പുറപ്പായി കാരണം ചിലപ്പോൾ അത് അവിടെ കൊടുക്കും. അത് കാരണം ഞാൻ അപ്പം തന്നെ എല്ലാം ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫോൺ വന്നു. ഫോൺ വിളിച്ച് വരുമ്പോഴേക്കും നമ്മുടെ അട സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ചായയും അടയും കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു സ്വർഗ്ഗം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു സ്വർഗ്ഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ.